ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിൽ ഝാൻസി നഗരത്തിൽ സന്ദീപ് ഉഠേലിയ എന്നയാൾ താമസിച്ചിരുന്നു. സന്ദീപ് വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട്. നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വളർന്നു വന്നത്. പഠനം പൂർത്തിയാക്കിയ ശേഷം സന്ദീപിന് പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി ലഭിച്ചു. അദ്ദേഹം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവായി ജോലി ലഭിച്ചു. ആ ജോലിയിൽ നിന്നും നല്ല വരുമാനവും നേടി. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. വിവാഹം കഴിക്കേണ്ട ഒരു പ്രായം സന്ദീപിനെത്തി. ആ സമയത്താണ് അച്ഛനും അമ്മയും നല്ലൊരു വധുവിനെ തേടി തുടങ്ങിയത്. അനുയോജ്യമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ തിരച്ചിലിനിടയിൽ സന്ദീപിനുള്ള ഒരു വിവാഹ ആലോചനയുമായി ഒരു പെൺകുട്ടിയുടെ അച്ഛനെത്തി. പെൺകുട്ടിയുടെ അച്ഛന്റെ പേര് സഞ്ജയ് ത്രിപതി എന്നായിരുന്നു. അദ്ദേഹം മാഡിയ പ്രദേശത്തെ തങ്കാർ ജില്ലയിലാണ് താമസിച്ചിരുന്നത്. സഞ്ജയുടെ മകളുടെ പേര് സൊനാലിയ. ആ സമയത്ത് സൊനാലിയയ്ക്കും വിവാഹപ്രായം എത്തിയിരുന്നു. നല്ല ജോലിയുള്ള, മകൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയാകാൻ കഴിയുന്ന ഒരു ആൺകുട്ടിയെ സഞ്ജയ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് സന്ദീപിനെ കുറിച്ച് സൊനാലിയുടെ കുടുംബം അറിയുന്നത്. അവർ അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. വിവരങ്ങളെല്ലാം തങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ മകളായ സൊനാലിയെ സന്ദീപിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അവർ സമ്മതിച്ചു. മറുവശത്ത് സന്ദീപിന്റെ കുടുംബവും സൊനാലിയെക്കുറിച്ചുള്ള വിവരങ്ങളും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഈ കണ്ടെത്തിയതിൽ ഇരു കുടുംബങ്ങൾക്കും തൃപ്തി മാത്രം. അങ്ങനെ രണ്ടുപേരുടെ വിവാഹ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ട് കുടുംബവും തീരുമാനിച്ചു. 2017 ഫെബ്രുവരി മാസം 27-ന് സന്ദീപും സൊനാലിയും വിവാഹിതരായി. ഇവരുടെ വിവാഹം വളരെ ആഘോഷപൂർണ്ണമായിരുന്നു. വിവാഹശേഷം ദമ്പതികൾ അവരുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായം തന്നെ ആരംഭിച്ചു. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം 2020-ൽ സൊനാലി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. മകളുടെ ജന്മത്തിന് ശേഷം സൊനാലി വളരെ സന്തോഷവതിയായി. ഒരുപാട് സമയം മകളോടൊപ്പം തന്നെ ചിലവഴിക്കാൻ തുടങ്ങി. ഇങ്ങനെ കാലം കടന്നുപോയി. 2025 ഫെബ്രുവരി മാസം 14 വാലന്റൈൻസ് ഡേ ദിനത്തിൽ സൊനാലിയുടെ അമ്മാവന്റെ ഒരു മകന് വിവാഹമായിരുന്നു. ഈ വിവാഹം മധ്യപ്രദേശിൽ വെച്ചാണ് നടക്കുന്നത്. സൊനാലി ഇക്കാര്യം ഭർത്താവായ സന്ദീപിനെ അറിയിച്ചിരുന്നു. വിവാഹത്തിന് തന്നോടൊപ്പം വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സന്ദീപ് സൊനാലിക്ക് വിവാഹത്തിന് പോകാനുള്ള ഒരു അനുവാദം നൽകി. എന്നാൽ അദ്ദേഹം ആ കല്യാണത്തിന് വരുന്നില്ല എന്നും പറഞ്ഞു. ഇതിനുശേഷം സൊനാലിയും അവളുടെ 4 വയസ്സുള്ള മകളും മാത്രം കല്യാണത്തിന് പോകുന്നു. 2025 ഫെബ്രുവരി മാസം 14-ന് വിവാഹ നിശ്ചയമായിരുന്നു. 12-ാം തീയതിയായിരുന്നു സൊനാലിയും മകളും ഈ വിവാഹ വീട്ടിലേക്ക് പോയത്. എന്നാൽ ഈ വിവാഹം നടക്കേണ്ട അന്നത്തെ ദിവസം സന്ദീപ് സൊനാലിയെ ഫോണിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരികെ വരാൻ ആവശ്യപ്പെട്ടു. എന്തിനാണ് വരേണ്ടതെന്ന കാരണം ചോദിച്ചപ്പോൾ ഇക്കാര്യം ഞാൻ പിന്നീട് വിശദീകരിക്കാമെന്നാണ് സന്ദീപ് പറഞ്ഞത്. അങ്ങനെ ഫെബ്രുവരി മാസം 16-ന് സൊനാലി ഭർത്താവിന്റെ വീട്ടിലെത്തി. ഭർത്താവിനെ കാണുകയും അദ്ദേഹവുമായി കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം മകളോടൊപ്പം രാത്രി ഉറങ്ങാൻ പോവുകയും ചെയ്തു. എന്നാൽ ഫെബ്രുവരി മാസം 17 പിറ്റേന്ന് രാവിലെ സന്ദീപ് ഉണരുമ്പോൾ ഭാര്യയായ സൊനാലിയെ കണ്ട് അദ്ദേഹം ആകെ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ സന്ദീപ് പോലീസിനെ വിളിച്ചു. ഭാര്യ വീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ് ആ വീട്ടിലെത്തി. പോലീസ് ആ വീട്ടിൽ കയറി സൊനാലിയെ കണ്ടപ്പോൾ അവർ പോലും ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ ആ സമയം സൊനാലിയുടെ മൃതദേഹം സീലിംഗ് ഫാനിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് അവളുടെ മൃതദേഹം ഫാനിൽ നിന്നും താഴെ ഇറക്കി പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. സന്ദീപ് ഉടൻ തന്നെ സൊനാലിയുടെ മരണത്തെക്കുറിച്ച് സൊനാലിയുടെ മാതാപിതാക്കളെയും വിളിച്ചറിയിച്ചിരുന്നു. മകളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ദുഃഖം തോന്നി. താമസിയാതെ അവരും ആ വീട്ടിലെത്തി. സന്ദീപ് സൊനാലിയും വിവാഹിതരായിട്ട് 7 വർഷമേ ആയിട്ടുള്ളൂ. ഇത്രയും കുറഞ്ഞ വർഷത്തിനുള്ളിൽ എന്തുകൊണ്ട് സൊനാലി ഇങ്ങനൊരു തീരുമാനം എടുത്തുവെന്ന് ആർക്കും മനസ്സിലായില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ പോലീസ് സന്ദീപിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അന്ന് രാവിലെ താൻ കണ്ട കാര്യങ്ങളെല്ലാം സന്ദീപ് പോലീസിനോട് പറഞ്ഞു. എന്നിരുന്നാലും സന്ദീപിന്റെ മൊഴി കേട്ടതിന് ശേഷം പോലും യാതൊരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്യണം? ഇതിന് പിന്നിൽ എന്തോ ഒരു സ്ട്രോങ് ആയ കാരണം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചു. പിന്നീട് പോലീസ് സൊനാലിയുടെ കുടുംബത്തെ ചോദ്യം ചെയ്തു. അവരും മൊഴി നൽകി. ഈ മൊഴിയിൽ സൊനാലിയുടെ അച്ഛനും അമ്മയും പറഞ്ഞൊരു കാര്യം, ഇവരുടെ വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ സന്ദീപ് സ്ത്രീധനത്തിനായി നിരന്തരം സൊനാലി ഉപദ്രവിക്കുമായിരുന്നു. 2017 ഫെബ്രുവരി മാസം 27-ന് ഇരുവരും വിവാഹിതരായപ്പോൾ സ്ത്രീധനമായി സന്ദീപിന് 20 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ സൊനാലിയുടെ ഫാമിലി നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും സന്ദീപ് അവരിൽ നിന്നും ഒരു കാർ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഞങ്ങൾ ആ കാർ നൽകിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. ഇത് കാരണം സന്ദീപും കുടുംബവും നിരന്തരം സൊനാലിയെ ഉപദ്രവിക്കുമായിരുന്നു. തങ്ങളുടെ മകൾ ഈ സ്ത്രീധന പീഡനത്തിന്റെ ഒരു ഇരയായി മാറിയിട്ടുണ്ടാകുമെന്ന് സൊനാലിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം മകൾ സ്വയം ജീവൻ അവസാനിപ്പിച്ചതെന്നും അവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പോലീസ് ആ ഒരു കോണിലും അന്വേഷണം ആരംഭിച്ചു. ഈ സമയമെല്ലാം സൊനാലിയുടെ മകളായ 4 വയസ്സുള്ള മകൾ അവളുടെ മുത്തശ്ശിക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഇങ്ങനെ മുത്തശ്ശിയോടൊപ്പം താമസിക്കുമ്പോൾ സൊനാലിയുടെ മകൾ അവരോട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി.
അവളുടെ ഈ പെരുമാറ്റത്തിൽ സൊനാലിയുടെ മാതാപിതാക്കൾക്ക് വല്ലാത്ത ഒരു അത്ഭുതം തോന്നി. എന്നാൽ പിന്നീട് സൊനാലിയുടെ മകൾ തന്റെ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് വന്ന് ആ പേജിൽ എന്തോ ഒന്ന് വരയ്ക്കാൻ തുടങ്ങി. അതിൽ അവളൊരു പെൺകുട്ടിയായിരുന്നു വരച്ചത്. ആ പെൺകുട്ടിയോടൊപ്പം 2 കൈകളും വരച്ചു. അവൾ അതിൽ പെയിന്റ് ചെയ്യുന്നതെല്ലാം മുത്തശ്ശി നോക്കിയിരുന്നു. വെറും 4 വയസ്സുള്ള ഒരു പെൺകുട്ടി മാത്രമായിരുന്നു. എന്നാൽ സൊനാലിയുടെ മാതാപിതാക്കൾ ആ പെയിന്റിംഗ് പൂർത്തിയാക്കി നോക്കിയപ്പോൾ അവരാകെ ഞെട്ടിപ്പോയി. ആ ഡ്രോയിങ്ങിൽ പെൺകുട്ടിയുടെ 2 കൈകൾക്കും പുറമെ പെൺകുട്ടിയുടെ കഴുത്തിൽ ഒരു 3ാമത്തെ കൈ കൂടെ നീണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സൊനാലിയുടെ മാതാപിതാക്കൾ ഈ 4 വയസ്സുള്ള മകളോട് ഈ പെയിന്റിങ്ങിനെ കുറിച്ച് ചോദിച്ചു. ആ സമയം മകൾ പറഞ്ഞത് ഇതിലുള്ളത് തന്റെ അമ്മയാണെന്ന് അവൾ പറഞ്ഞു. ചിത്രത്തിലെ ആ 2 കൈകളും അമ്മയുടേതാണ്. പക്ഷെ സൊനാലിയുടെ കഴുത്തിൽ ഒരു 3ാമത്തെ കൈ ഇരിപ്പുണ്ടല്ലോ, അതാരുടെ കൈയാണെന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞത് ആ 3ാമത്തെ കൈ അത് തന്റെ അച്ഛന്റെ കൈ എന്നാണ്. എന്തിനാണ് പെയിന്റിങ്ങിൽ അമ്മയുടെ കഴുത്തിൽ അച്ഛന്റെ കൈ ഇങ്ങനെ വരച്ചതെന്ന് ചോദിച്ചപ്പോൾ സൊനാലിയുടെ മകൾ ആ ചിത്രത്തിന് പിന്നിലെ കഥ ആ 2 മുത്തശ്ശിമാരോടും പറയാൻ തുടങ്ങിയത്. അച്ഛൻ ആദ്യം അമ്മയെ തള്ളിയിട്ടു, പിന്നീട് അമ്മയെ ഒരുപാട് അടിച്ചു. അതിനുശേഷം അയാൾ അമ്മയുടെ കഴുത്തിൽ ശക്തമായി പിടിച്ചു. അമ്മയുടെ കണ്ണുകൾ അടഞ്ഞപ്പോൾ അച്ഛൻ അമ്മയുടെ കഴുത്തിൽ എന്തോ ഇട്ട് കെട്ടിത്തൂക്കി. ഇത് പറഞ്ഞത് ആ 4 വയസ്സുള്ള മകളായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ സൊനാലിയുടെ മാതാപിതാക്കൾ പൂർണ്ണമായും ഞെട്ടിപ്പോയി. ആ പെയിന്റിങ്ങിന് പിന്നിൽ ഒരു വലിയ നിഗൂഢ രഹസ്യമുണ്ടായിരുന്നു എന്നുള്ളത് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ മകളായ സൊനാലിയെ ഭർത്താവായ സന്ദീപ് കൊലപ്പെടുത്തിയതാണെന്ന് അവർക്ക് മനസ്സിലായി. മകൾ ഉറങ്ങുന്നതിന് മുൻപ് ഇതെല്ലാം സ്വന്തം കണ്ണുകൾ കൊണ്ടവൾ കണ്ടിരുന്നു. കുട്ടിയിൽ നിന്നും എല്ലാം അറിഞ്ഞ ശേഷം സൊനാലിയുടെ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ പോലീസിൽ ചെന്നു. മകൾ ആത്മഹത്യയല്ല ചെയ്തത് എന്നും പോലീസിനോട് പറഞ്ഞു. അവൾ കൊല്ലപ്പെട്ടതാണ്. കൊലപാതകത്തിന്റെ ദൃക്സാക്ഷി അവളുടെ 4 വയസ്സുള്ള മകളാണ്. ഈ സൊനാലിയുടെ മാതാപിതാക്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ പോലീസ് പോലും സ്തബ്ധരായിപ്പോയി. ഉടൻ തന്നെ പോലീസുകാർ സൊനാലിയുടെ മകളെ കാണാനെത്തി. ഉദ്യോഗസ്ഥർ ആ ചെറിയ പെൺകുട്ടിയോട് വളരെ സൗമ്യമായി ചോദിച്ചു, ഞങ്ങൾ നിന്റെ അങ്കിളാണ്, അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, അമ്മയോട് എന്താണ് അച്ഛൻ ചെയ്തത്? ഇങ്ങനെ വളരെ ലളിതവും നിഷ്കളങ്കവുമായി ആ കുഞ്ഞിനോട് ചോദിച്ചു. മുത്തശ്ശിയോടും അമ്മയോടും അവൾ എന്താണോ പറഞ്ഞത് അതെല്ലാം തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങളെല്ലാം അവൾ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ പ്രസ്താവനയും അവളുടെ ആ പെയിന്റിങ്ങും എല്ലാം കൂടെ കണ്ടപ്പോൾ പോലീസുകാർക്ക് വ്യക്തമായി. ഉടൻ തന്നെ പോലീസ് സന്ദീപിനെ കസ്റ്റഡിയിലെടുത്തു. ഈ സമയത്ത് സൊനാലിയുടെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കുകയായിരുന്നു. സന്ദീപ് ബുഡാലിയുടെ സഹോദരനും അവനെ അറിയാവുന്ന മറ്റു ചിലരൊക്കെ ഈ സൊനാലിയുടെ ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. പക്ഷെ ഇവരെ ആരും സൊനാലിയുടെ മാതാപിതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുവദിച്ചില്ല. സന്ദീപിനോടും കുടുംബത്തോടും അത്രയേറെ ദേഷ്യം അവർക്കുണ്ടായിരുന്നു. തുടർന്ന് സൊനാലിയുടെ മാതാപിതാക്കൾ ഈ കുടുംബത്തിനുള്ളിൽ നിന്നും തങ്ങളുടെ മകൾക്ക് ആരാണ് ഈ അന്ത്യകർമ്മങ്ങൾ നടത്തുക എന്ന് ചോദിച്ചു. അതായത് ചിത കത്തിക്കണമല്ലോ, അത് ചെയ്യേണ്ടത് മകൾ തന്നെയാകണം. ഇന്ത്യയിൽ ഈ ഹിന്ദു പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ഒരു പുരുഷനാണ് ഈ അന്തിമ അവകാശങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ചില അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ഒരു പെൺകുട്ടിക്ക് ഇത് ചെയ്യാനാവുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു, ഭാര്യയും മകളും മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അവരിൽ ഒരാൾക്ക് ഡെഡ് ബോഡി കത്തിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സൊനാലിയുടെ മാതാപിതാക്കൾ ആ ഒരു ഉത്തരവാദിത്വം മകൾക്ക് നൽകി. കാരണം സന്ദീപ് സൊനാലിയെ കൊലപ്പെടുത്തി. അതുകൊണ്ട് അവളുടെ അവസാന ചടങ്ങുകളൊക്കെ നിർവഹിക്കാനുള്ള അവകാശം എന്തായാലും സന്ദീപിനില്ല. അതിനാൽ സൊനാലിയുടെ ശവസംസ്കാരം നടന്നപ്പോൾ എല്ലാ അന്തിമ ആചാരങ്ങളും നിർവഹിച്ചത് 4 വയസ്സുള്ള മകളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ആ കുഞ്ഞ് എത്രയേറെ വേദനിച്ചിട്ടുണ്ടാകണം. കാരണം അവൾ വളരെ ചെറുപ്പമാണ്. എന്തുകൊണ്ടാണ് താൻ ഈ ആചാരങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പോലും അവൾക്കറിയില്ല. മറ്റൊരു കാര്യം, കുറച്ചു കാലമൊക്കെ കഴിയുമ്പോൾ സൊനാലിയുടെ മകൾ വലുതാകും. സ്വന്തം അച്ഛനാണ് അമ്മയെ കൊന്നത് എന്നറിയുമ്പോൾ അവൾ ഒരുപാട് ദുഃഖിക്കും. കൂടാതെ അവൾ അമ്മയുടെ അന്ത്യകർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി തിരികെ വന്നപ്പോൾ മാധ്യമങ്ങളൊക്കെ അവളോട് നീ ഇപ്പൊ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. ആ സമയത്ത് ആ കുഞ്ഞ് പറഞ്ഞത് അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ചെത്തി എന്നാണ്. ഇതിനിടയിൽ പോലീസ് സന്ദീപിനെ ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഭാര്യയെ കൊന്നതെന്ന് ചോദിച്ചു. അവളെ വിവാഹം കഴിച്ചപ്പോൾ 20 ലക്ഷം രൂപയും ഒരു കാറും തരുമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. പക്ഷെ കാറ് തന്നില്ല. അതുകൊണ്ടൊക്കെയാണ് വിവാഹശേഷം സൊനാലിയെ ശല്യപ്പെടുത്താനും ഉപദ്രവിക്കാനും തുടങ്ങിയത്. ഒരുപക്ഷെ മകളെ താൻ ഉപദ്രവിക്കുന്നത് സൊനാലിയുടെ അച്ഛനും അമ്മയും കണ്ടാൽ അങ്ങനെയാണെങ്കിലും ഒരു കാർ വാങ്ങിത്തരുമെന്ന് താൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തതെന്നും പറഞ്ഞു. പക്ഷെ അവർ അങ്ങനെയും നൽകിയില്ല. വിവാഹത്തിന് ശേഷം 3 വർഷമാണ് സന്ദീപ് നിരന്തരമായ പീഡനങ്ങൾ അവൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. മകൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ സന്ദീപ് അപ്പോൾ അച്ഛനായി. അതുകൊണ്ട് പഴയ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവുകയില്ല എന്ന് കരുതി. പക്ഷേ സന്ദീപ് ഒട്ടും മാറിയില്ല. അവന്റെ വഴക്കുകൾ വീണ്ടും തുടർന്നു. മകൾക്ക് ഭർത്തൃവീട്ടുകാരുടെ പരിഹാസം കേൾക്കേണ്ടി വന്നു. തുടക്കത്തിൽ മകളെ അവനിങ്ങനെ ടോർച്ചർ ചെയ്യുമ്പോൾ ഞങ്ങളോട് അവൾ ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ സന്ദീപ് സൊനാലിയെ ക്രൂരമായി മർദ്ദിച്ചു.
അവളെ തീ കൊളുത്തി കത്തിക്കാനൊക്കെ ശ്രമിച്ചു. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു തവണ സന്ദീപിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസ് കോടതിയിലും പോയി. എന്നാൽ അതിനുശേഷം സന്ദീപും കുടുംബവും ഭയന്ന് ഞങ്ങളുമായി ഒരു ഒത്തുതീർപ്പിലെത്തി. ഇനി ഒരിക്കലും സൊണാലി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സന്ദീപ് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിരുന്നു. ആ സമയം അവനൊരു ഒത്തുതീർപ്പിന് സമ്മതിച്ചെങ്കിൽ പോലും അവൻ ഇതുവരെയും അത്യാഗ്രഹമൊന്നും വിട്ടുമാറിയിട്ടില്ല എന്ന് സൊണാലിയുടെ അച്ഛനും അമ്മയും പോലീസിനോട് പറഞ്ഞു. ഇതിനുശേഷം പോലീസ് അവനോട് നീ എങ്ങനെയാണ് അവളെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ അവളുടെ അമ്മാവന്റെ മകന്റെ വിവാഹത്തിന് കൂടെ വരണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ഞാൻ അതിനെ വിസമ്മതിച്ചു. വാസ്തവത്തിൽ ആ സമയത്ത് സൊണാലിയുടെ ബന്ധുക്കളുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധവും വളരെ വഷളായിരുന്നു. അതുകൊണ്ടാണ് അയാൾ വിവാഹത്തിന് പോകാത്തത്. എന്നാൽ സൊണാലിയെ വിവാഹത്തിന് പങ്കെടുക്കാൻ നിൽക്കുമ്പോൾ നീ ഇപ്പൊ തന്നെ വീട്ടിൽ വന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ വീട്ടിൽ പ്രവേശിക്കില്ല. ഇങ്ങനെയായിരുന്നു അയാൾ ഫോണിൽ വിളിച്ച് അവളെ ഭീഷണിപ്പെടുത്തിയത്. ഇത് കേട്ട ശേഷം വിവാഹത്തിന് പൂർണ്ണമായി പങ്കെടുക്കാതെ എല്ലാം അവസാനിപ്പിച്ചിട്ട് സൊണാലിയും കുഞ്ഞും ഫെബ്രുവരി മാസം 16-ന് ഭർത്താവിന്റെ അടുത്തേക്ക് പോയി. അന്നത്തെ ദിവസവും സ്ത്രീധനത്തിന്റെ പേരിൽ സന്ദീപ് വീണ്ടും അവളുമായി വഴക്കിട്ടു. തുടർന്ന് ഒരേ കാര്യം പറഞ്ഞവർ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ഇവരുടെ മകൾ കട്ടിലിൽ കിടന്ന് അവരെ നോക്കുന്നുണ്ടായിരുന്നു. ആ വഴക്കിനിടെ സന്ദീപ് സൊണാലിയെ അടിക്കാൻ തുടങ്ങി. നിലത്തേക്ക് തള്ളിയിട്ടു. അതിനുശേഷം സന്ദീപ് അവളുടെ കഴുത്ത് ഞെരിച്ചു. ഒരു ഘട്ടത്തിൽ ശ്വാസം മുട്ടി അവൾ മരിക്കുകയും ചെയ്തു. എന്നാൽ ഒരല്പസമയത്തിന് ശേഷം സന്ദീപിന്റെ ദേഷ്യമൊക്കെ ഒന്ന് തണുത്തപ്പോൾ ഭാര്യ മരിച്ചുവെന്ന് അയാൾക്ക് മനസ്സിലായി. തുടർന്ന് സന്ദീപ് ഭാര്യയുടെ മൃതദേഹം എടുത്ത് കഴുത്തിൽ ഒരു കുരുക്കിട്ടു. തുടർന്ന് സൊണാലിയെ അതേ മുറിയിലുള്ള ഫാനിൽ കെട്ടിത്തൂക്കി. പിന്നീട് അവൾ ആത്മഹത്യയാണ് ചെയ്തത് എന്ന് രാവിലെ പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ മകൾ വളരെ ചെറുതായിരുന്നു. ഞാൻ അവളെ ശ്രദ്ധിച്ചില്ല. അവൾ ഉറങ്ങുകയാണെന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അവളുടെ കണ്ണുകൾ അപ്പോഴും തുറന്നിരുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഒടുവിൽ 4 വയസ്സുള്ള മകളാണ് ഇത്രയും ഭയാനകമായ രഹസ്യം വെളിപ്പെടുത്തിയത്. ഒരുപക്ഷെ ആ മകൾ ഇതൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ സൊണാലിയുടെ ഈ ഒരു കൊലപാതക കേസ് പരിഹരിക്കാൻ പോലീസ് ഒരുപാട് സമയമെടുക്കുമായിരുന്നു. മാത്രമല്ല സൊണാലിയുടെ മകൾ അങ്ങനെ ഒരു പെയിന്റിംഗ് ചെയ്തില്ലായിരുന്നെങ്കിൽ സൊണാലിയുടെ മരണം ഒരു ദുരൂഹമായി തന്നെ തുടരുമായിരുന്നു. എന്തായാലും അവളുടെ കൊലയാളിയായ സന്ദീപ് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. കോടതിയിൽ വിചാരണ ഇപ്പോഴും തുടരുന്നു. സന്ദീപിന് ശിക്ഷ ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും അവൻ അർഹിക്കുന്ന ശിക്ഷ അവന് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു കേസിൽ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ അറിയിക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇപ്പോഴും ഒരുപാട് പേർ ലൈക്ക് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.